സ്റ്റുഡൻസ് ഈ സെം ബ്ലോക്ക് കഴിയുമ്പോൾ എല്ലാവരും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം. പ്രോജക്റ്റോ? വീട്ടിൽ വെറുതെ ഇരിക്കാൻ സമയത്തില്ല. ഈ നീറ്റിന്റെ പിന്നാലെ നടക്കണല്ലോ. ആ പോട്ടെ, സാറില്ല, നമുക്ക് ചെയ്യാന്നേ. ആരായത് രാവിലെ തന്നെ? ഈ മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ. എടാ, നീ റെഡി ആയില്ലേ? റെഡി ആകാനോ? എന്തിന്? അത് കൊള്ളാം. അപ്പൊ നീ മറന്നോ? നമുക്ക് പ്രൊജക്ട് ചെയ്യണ്ടേ? അതിനായിട്ട് ഇന്ന് പോകാന്നല്ലേ പറഞ്ഞിരുന്നേ? അതായിരുന്നോ? നീ പോയിക്കോ, എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാം സെറ്റാക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. എടാ പക്ഷേ എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കോള് കട്ട് ചെയ്യാം. ഗുഡ് നൈറ്റ്. ആരാ? ഞാൻ വരുൺ, കേരളത്തിൽ നിന്ന് വരുക. എനിക്ക് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് വിൻമിൽസിനെ കുറിച്ചൊരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. ഇതിന്റെ അടുത്ത് വേറെ വീടൊന്നും കണ്ടില്ല, അതാ ഇങ്ങോട്ട് പോന്നെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് കിട്ടുമോ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാനായിട്ട്? റേറ്റ് എത്രയായാലും കുഴപ്പമില്ല. മലയാളിയാണല്ലേ? ഞാനും മലയാളിയാണ്. വൈഫിന്റെ നാടായിരുന്നു. മോനിരിക്കും, ഞാനിപ്പോ വരാം. മോന്നേനേല് ഇവിടെ താമസിച്ചോ? ഇവിടെയോ? അതേന്നേ, വാടകയ്ക്കൊരു വീട് കിട്ടണേല് ടൗണിൽ പോണം. അതിനാണേലും നല്ല ദൂരമുണ്ട്. അതുകൊണ്ടാ ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഏയ് അതല്ല, 2 ദിവസം കഴിയുമ്പോ എന്റെ ഫ്രണ്ട് കൂടി വരും. അപ്പോ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഏയ്, അതൊന്നും സാരില്ലെന്നേ. ഇവിടെ ഞാനും എന്റെ മോളും പിന്നെ എന്റെ സഹോദരിയുടെ മോനും മാത്രമേ ഉള്ളൂ. മോളെ ലച്ചു, ഇങ്ങോട്ടൊന്ന് വന്നേ. മോളെ, ഈ മോൻ ഇവിടെ കുറച്ച് ദിവസം താമസിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടില് ആ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയില്ലേ, അതൊന്ന് മോൻ തുറന്നു കൊടുക്കും. ലച്ചു, ഞാൻ എന്താ നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. മുല്ലപ്പൂ. എനിക്ക് മുല്ലപ്പൂ ഇഷ്ടമല്ലാന്ന് അറിഞ്ഞൂടെ? നിനക്ക് വേണ്ടി ഞാൻ ഇത് ടൗണിൽ പോയി കൊണ്ടുവന്നതാ. അല്ല, നീ ആർക്കാ ചായ ഇടുന്നത്? അതും ഇപ്പോ? അതോ, ഇവിടെ പുതിയൊരു സാർ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം ഇവിടെ താമസിക്കുന്ന അച്ഛൻ പറഞ്ഞത്. അപ്പൊ ആ സാറിന് കൊടുക്കാനായിട്ട് ഒരു ചായ ഇടാന്ന് കരുതി. സാർ, ചായ. എന്നെ സാറെന്ന് വിളിക്കണ്ട, വരുന്ന് വിളിച്ചാൽ മതി. തന്റെ യഥാർത്ഥ പേര് ലച്ചു തന്നെയാണോ? ലക്ഷ്മി എന്ന അച്ഛൻ ലക്ഷ്മി വിളിക്കും. പിന്നെ ചായ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. തന്നെ കിട്ടുന്ന ആള് ഭാഗ്യവാനാണല്ലോ. എന്നും ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ചായ കുടിക്കാമല്ലോ. ആണോ? എന്നാ ഭാഗ്യവാൻ ഞാനാ. ലച്ചു, നീ എന്റെ കൂടെ വന്നേ. ഇനി ഇവിടെ നിക്കണ്ട. എടാ ജിമിനെ, നിന്റെ ഫോൺ എന്താ ചത്തിരിക്കുവാണോ? വരൻ എത്ര നേരമായിട്ട് എന്നെ വിളിക്കുക. ഫോൺ ഒന്ന് എടുത്തൂടെ? ദാ അവൻ ആ കോളില്. വേഗം സംസാരിച്ചിട്ട് ഫോണും കൊണ്ട് താഴേക്ക് വാ. ഏതാ, നീ എന്തെടുക്കുവാ? ഇങ്ങോട്ട് വരുന്നില്ലേ? എടാ, അവിടെ ചെന്ന് വായി നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാരെ തല്ല് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. അതെന്താ അമ്മ അങ്ങനെ ഒരു ടോക്ക്? എന്നെ അമ്മയ്ക്ക് വിശ്വാസമല്ലേ? വിശ്വാസം കൂടുതലായതുകൊണ്ടാ പറഞ്ഞത്. അങ്കിൾ, ഇന്ന് എന്റെ ഫ്രണ്ട് വരും. ഞാൻ അവനെ കൂട്ടാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോവുക. ശരി, പോയിട്ട് വാ. എടാ ജിമിന്. എന്താടാ? അതില്ലേ. ഏതില്ലേന്ന്? എടാ അത് പിന്നെ എനിക്ക് ലച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഏത്? നമ്മൾ നിക്കാൻ പോകുന്ന ആ വീട്ടിലെ കാർന്നോട്ട മോളോ? അത് തന്നെ. അമ്മ പറഞ്ഞേക്കുന്നത് ഇവിടെ നടിയും വായിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നേക്കരുതെന്ന്. നീ എനിക്ക് കണ്ട തമിഴന്മാരുടെ അടിയും കൂടെ വാങ്ങി തരുവോ? നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് കൊണ്ടതല്ലേ, ഇനി എനിക്ക് വേണ്ടി ഒന്ന് കൊള്ളു. അവളുടെ ഏതോ മുളച്ചർക്ക് വേണ്ടി കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുവന്നല്ലേ അന്ന് ഞാൻ ആ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ചോദിച്ചപ്പോ നീ പറഞ്ഞത്? എടാ അത് അങ്ങനെയല്ല. അല്ല, അപ്പൊ നമ്മളെങ്ങനെയാ ചെക്കനെ ഒഴിവാക്കും? എടാ അവൾക്ക് അവനെ ഇഷ്ടമൊന്നുമല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇന്നലെ അവളോട് ചോദിച്ചായിരുന്നു. ലച്ചു, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും തനിക്ക് ആദ്യം ഇഷ്ടമാണോ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, ആദ്യമായിട്ട് സംസാരത്തിന് എനിക്ക് മനസ്സിലായി ആദ്യക്ക് തന്നെ ഇഷ്ടമാണെന്ന്. പക്ഷേ തനിക്ക് അങ്ങനെയുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ആദ്യമായിട്ട് ശരിക്കും എനിക്ക് എന്റെ ഏട്ടനെ പോലെയാ. പക്ഷെ ഏട്ടനെ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ? ചോദിച്ചോന്നേ. ആദിയുടെ പേരൻസ് എവിടെയാ? എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. പിന്നെ തന്റെ അമ്മയെ? അവരൊക്കെ ഒരു യാത്ര പോയിരിക്കുക. ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര. എന്നെയും അച്ഛനെയും ആദ്യേട്ടനെയും കൂട്ടാതെ. ഓ,
സോറി, എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും ഒരു ലവ് മാരേജ് ആയിരുന്നു. മാരേജിന് ശേഷം അച്ഛൻ കേരളത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മായിയും അമ്മാവനും ആദ്യത്തിനും കൂടി ഞങ്ങളെ കാണാനായിട്ട് വന്നു. ഞങ്ങളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. കേരളത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് തന്നെ അമ്മ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ എല്ലാവരും കൂടി കേരളത്തിലേക്ക് യാത്രയായി. പക്ഷേ പോകുന്ന വഴിക്ക് എന്റെ പിടിവശ കാരണം അവരെ 3 വീട് എനിക്ക് നഷ്ടമായി. ശരിക്കും എന്താണ് ഉണ്ടായത്? പറയാൻ പറ്റുന്നതാണേലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേണ്ട. അത് പിന്നെ മുല്ലപ്പൂ എന്ന് വെച്ചാല് എനിക്ക് ജീവനായിരുന്നു. പോകുന്ന വഴിക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ചു. അപ്പോ കാറുടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഞാനും അച്ഛനും കാറിൽ നിന്ന് ഇറങ്ങി, കൂടെ ആദ്യേട്ടനും. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പൂ വാങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നിയന്ത്രണം വിട്ടു വന്ന ഒരു ലോറി നിർത്തിയിട്ടുന്ന കാറിലേക്ക് ഇടിച്ചു കയറിയത്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവർ. ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് മുല്ലപ്പൂവിനോടുണ്ടായിരുന്ന ഇഷ്ടം തന്നെ പോയി എന്നേക്കുമായി. അങ്കിൾ, ഞങ്ങൾ ഇന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ട് വിൻമിൽ വരെ പോവാ. ആണോ? എന്നാൽ ലച്ചു നിങ്ങളുടെ കൂടെ വരും. ഞാനും ഉണ്ട് കൂടെ. താൻ എന്റെ കൂടെ വാ. ലച്ചു വരണ്ട കൂടെ പോട്ടെ. അതൊന്നും പറ്റില്ല, ഞാൻ ലച്ചുവിന്റെ കൂടെ പോന്നോളൂ. ഇവർക്ക് രണ്ടുപേർക്കും വഴിയൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നീ ജിമിന്റെ കൂടെ പോ. ലച്ചു വരന്റെ കൂടെ പോട്ടെ. 200 കിലോവാട്ട് മുതൽ 1650 കിലോവാട്ട് വരെ വലിപ്പമുള്ള 3000 ടർബൈനുകളാണ് ഈ മിന്നലിലുള്ളത്. ഒരു ദിവസം 21.6 കിലോവാട്ട് പവറാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത്. നീ എന്താ എനിക്ക് ക്ലാസ് എടുത്ത് തരുവാണോ? പിന്നെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ? ലച്ചു, എന്താ? തനിക്ക് ആദ്യം ഇഷ്ടമല്ലെന്നല്ലേ അന്ന് പറഞ്ഞത്? അതെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. തനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണേല് അംഗീകരിച്ചാൽ മതി, ഇല്ലേ വിട്ടേക്ക്. ആദ്യം പറയേ, എന്നിട്ട് നോക്കാം അംഗീകരിക്കാൻ പറ്റുന്നതാണോ അല്ലയോന്ന്. ഞാൻ വളച്ചിട്ടില്ല ഒരു കാര്യം പറയാം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മറുപടി ഇപ്പൊ പറയണ്ട, ആലോചിച്ചിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞാൽ മതി. തന്റെ പേരെന്താ? ആദി. നൈസ് നെയിം. ഞാൻ ജിമിൻ. അല്ല, താനൊന്നും സംസാരിക്കില്ലേ? ഞാൻ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കാണേല് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. എന്നാ താനോട് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നു. എല്ലാം കഴിയുമ്പോ വന്നാ മതി, ഞാൻ പോവാ. പോവല്ലേ, ഞാനും വരുന്നു. ലച്ചു, നാളെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാ. പോകുന്നതിന് മുന്നേ നിന്റെ മറുപടി എന്താന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് എനിക്ക്. ആദ്യേട്ടൻ ശരിക്കും എനിക്ക് എന്റെ ബ്രദറിനെ പോലെയാണ്. അതുകൊണ്ട് ഒരിക്കലും ആദ്യേട്ടനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ നീ എനിക്ക് അങ്ങനെയല്ല. നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാനൊരു കാരണവും കാണുന്നില്ല. നല്ല സ്വഭാവം, സംസാരം എല്ലാം കൊള്ളാം. എന്റെ അച്ഛന് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. മോളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്റെ മോളുടെ സന്തോഷാണ് എനിക്കും വലുത്. അതുകൊണ്ട് എനിക്കിതില് ഒരു എതിർപ്പുമില്ല. മോനെ, നീ നാട്ടിലേക്ക് പോകുമ്പോ ഇവളെ കൂടി കൊണ്ടുപോയിക്കോ. പക്ഷെ അങ്കിൾ, ഇവളിവിടെ നിന്ന് കഴിഞ്ഞാല് എനിക്ക് ആദ്യമായിട്ട് ഇവളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാ ഇവളെയും കൂടി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞത്. ആദ്യം ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നാളെ ആദ്യം കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ ഇവളെയും കൊണ്ട് പോയിക്കോണം. അവിടെ ചെന്നിട്ട് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി. എന്റെ മോളെന്തിനാ കരയുന്നേ? നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ഇടയെല്ലാം പാക്ക് ചെയ്യാം, നമുക്ക് പോവണ്ടേ? എന്നാലും അതല്ലടാ, മോൾ പൊളിച്ചിടാനുള്ള വഴി അച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്കോ? എന്നാ നീ അതും ആലോചിച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ല, ലച്ചുവിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വേറെ എങ്ങോട്ടാ? നിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കോ? എടാ, അവിടെ അമ്മ. അമ്മയുടെ കാര്യം ഓർത്ത് നീ മേടിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. എന്റെ തമിഴ് പൊണ്ടാട്ടി, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ നീ എന്തിനു പേടിക്കുന്നേ? മോളെ ലച്ചു, അതാരാന്നൊന്ന് പോയി നോക്കിയേ. ആദ്യേട്ടൻ. ആരാ മോളെ വന്നേ? അമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മ ആരാ? ഇവനോ? ഇവനെന്താ ഇവിടെ? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാനെ? നീയല്ലേ പറഞ്ഞത് മറുപടി പറയാനായിട്ട് വിളിച്ചാൽ മതിയെന്ന്. ഞാൻ വിളിച്ചിട്ട് നീ എടുക്കാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താടാ ഇത്?
അത് പിന്നെ അമ്മ, എന്റെ ഒരു സാധനം കളഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതെന്റെ ഹാർട്ടായിരുന്നു. അതിപ്പോ ആണേല് ഇവന്റെ കയ്യിലും. എടാ, നിന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. നീ എവിടെ പോ റെഡി ആവുക? എടാ, ഞാൻ ലച്ചുവിന്റെ നാട് വരെ ഒന്ന് പോവാ. ഞാനാണെങ്കിൽ എന്റെ ഒരു സാധനം അവിടെ വെച്ച് മറന്നുപോയി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ എല്ലാം പാക്ക് ചെയ്യാനെന്ന്. എടാ, ഇത് ഞാൻ വിട്ടുപോയതാ. എന്നാ നീ പോയിട്ട് വേഗം വരാൻ നോക്ക്. ആദി, നീ എന്തിനാ ഇങ്ങോട്ട് വീണ്ടും വന്നത്? എന്റെ ലച്ചുവിനെ അവന്റെ കൂടെ കൊണ്ടുപോകാൻ സഹായിച്ചത് നീയല്ലേ? ഏയ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാനൊന്ന് പറയട്ടെന്നേ. എന്റെ ഒരു സാധനം കളഞ്ഞുപോയി. ഞാൻ അത് എടുക്കാനായിട്ട് വന്നതാ. എന്ത് സാധനം? എന്റെ ഹാർട്ട്. അതിപ്പോ നിന്റെ കയ്യിലാ. എനിക്കത് തിരിച്ചു തരണം. ഇതാ എന്റെ നമ്പർ. മറുപടി ഇതിൽ വിളിച്ച് പറഞ്ഞാ മതി. ഏയ് നിക്കവിടെ. മോനെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. എടാ, ഇവനെ വിളിച്ചോണ്ട് അകത്തോട്ട് വാ.